ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന്. കാരണം വേർ ഈസ് ജെൻഡർ ഇക്വാലിറ്റി. ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആണുങ്ങൾ മെയിൻ ലീഡിൽ വരുന്ന സിനിമകൾ മാത്രമാണ്, പക്ഷേ ഇനി അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു 2023 ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ തേജസ്. ഈ പടം തുടങ്ങുന്നതിന് ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആകുന്ന നോട്ടിട്ടാണ്. അങ്ങനെ ഈ ക്രാഷ് ആയ ഹെലികോപ്റ്ററിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബസ് മിസ്സാകുമ്പോൾ പുറകെ ഓടി വരുന്ന പോലെ ഒരാൾ ഓടി വന്നിട്ട് ചാടി ഹെലികോപ്റ്റർ കയറും. അതാണ് നമ്മുടെ നായിക. എന്തായാലും മിഷൻ ഇമ്പോസിബിൾ ഒക്കെ കളിച്ച് നമ്മുടെ നായിക അയാളെ രക്ഷിക്കും. ആ അമ്പൊന്ന് കറക്റ്റ് വിട്ടിരുന്നെങ്കിൽ അവരാ നമുക്ക് ഇവിടെ തീർക്കായിരുന്നു. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ തേജസിന്റെ പാസ്റ്റ് ആണ്. പാസ്റ്റിലെ തേജസ് അടക്കുകയാണെങ്കിൽ അലക്സയൊക്കെ ആവും. Which means it can be maneuvered into any direction regardless of pure aerodynamic principles. So it has the fly-by-wire system in which the manual flight control is replaced by an electronic interface which ആരും പേടിക്കേണ്ട, കൊച്ചു പഠിപ്പിച്ചാണെന്ന് കാണിച്ചാണ്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം പബ്ബിൽ വെച്ച് കൊടുത്തുന്ന ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറും. ഇത് നമ്മുടെ തേജസ് കാണുകയും ചെയ്യും. അപ്പൊ അതുവരെ മിണ്ടാതെ ഇരുന്നിട്ട് കറക്റ്റ് അവൻ ടോയ്ലറ്റിൽ കയറി ചെല്ലുമ്പോൾ തേജസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവൻ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും അവൻ അവിടെ താമസിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷേ ഇവള് നേരെ മെൻസ് ടോയ്ലറ്റിലേക്ക് അങ്ങ് ചാടിക്കയറും. ഇത് റിയാക്ട് ചെയ്യൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആ ടോയ്ലറ്റിൽ വെച്ച് ഇവളൊരു സിംഗറിനെ കാണും. ആ സിംഗറുമായിട്ട് ഇവൾ ഇഷ്ടത്തിലോ? കുറച്ച് വിയാടാണല്ലോടെ ഇഷ്ടത്തിലാവുന്ന സിനാറിയൊക്കെ. അങ്ങനെ ഇവനെ ഇവളുടെ ഫാമിലിയൊക്കെ മൊത്തത്തിൽ കൊന്നു കഴിഞ്ഞത് പാകിസ്ഥാൻ ടെററിസ്റ്റുകളാണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഫ്ലാഷ് ബാക്ക് തീരുന്നത്. പ്രസന്റ് സീനിലാണെങ്കിൽ തേജസ് നേരത്തെ അമ്പൊക്കെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും. അപ്പോഴാണ് പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ യൂട്യൂബിൽ ഒരു ഇന്ത്യൻ സ്പൈനെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്പൈനെ റെസ്ക്യൂ ചെയ്യുന്ന മിഷനിൽ തേജസ് കൂടെ പോയിക്കോട്ടെ എന്ന് ഇവള് പോയിട്ട് സുപ്പീരിയർ ഓഫീസേഴ്സിനോട് ചോദിക്കും. എന്തായാലും സുപ്പീരിയേഴ്സ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയിടും. പക്ഷേ ഈ സിനിമയിലാണെങ്കിൽ യൂക്ക് കൊണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ തേജസിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. യൂക്കിന് വരെ സ്റ്റൈലായിരുന്നു. അങ്ങനെ ഈ റെസ്ക്യൂ മിഷൻ ഭയങ്കര റിസ്കി ആണെന്നും രക്ഷപ്പെടാൻ ചെറിയ ചാൻസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ സുപ്പീരിയേഴ്സ് ഒക്കെ കൂടെ തേജസിനെ തന്നെ ഈ മിഷൻ അങ്ങ് ഏൽപ്പിക്കും. അങ്ങനെയെങ്കിൽ ശല്യം തീരട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് തേജസിന്റെ ഒരു 5 മിനിറ്റ് സ്ലോമോ വാക്ക്. ഇത്രയും സ്ലോമോ ഒത്തി കയറ്റിയിട്ട് പടത്തിന് നല്ല ഡ്യൂറേഷൻ പോലും ഇല്ലല്ലോ അവിടെ. എന്തായാലും ഈ സ്ലോമോ ഒക്കെ കഴിഞ്ഞ് തേജസിന്റെ പോകുന്നത് ടെററിസ്റ്റുകളുടെ അടുത്തേക്കാണ്. സത്യം പറയാൻ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ടെററിസ്റ്റുകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവന്മാർ പൈസ ഉണ്ടാക്കുന്നതിന് ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. വയലൻസ് ആയതുകൊണ്ട് ആഡ്സൻസ് വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ ഗണ്ണിന്റെ ബോംബിന്റെ സ്പോൺസർഷിപ്പ് ആണോ വീഡിയോസിൽ? ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും കാണില്ല, എന്നാലും വെറുതെ വന്ന് പറയണമെന്നേ ഉള്ളൂ ഇവിടെ. അങ്ങനെ എന്തായാലും ടെററിസ്റ്റുകളുടെ അടുത്തേക്ക് നമ്മുടെ നായിക സ്ലോ മോഷൻ ഓടി വരും. ഈ സമയത്താണെങ്കിൽ ആ യൂട്യൂബ് ടെററിസ്റ്റ് ഇന്ത്യൻ സ്പൈയുടെ ദേഹത്ത് കത്തി വെച്ചിട്ട് സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നീയല്ലാടാ കത്തി വെച്ചേക്കുന്നത്, പിന്നെ നീ എന്തിനാ കരയുന്നത്? അങ്ങനെ ഇവന്റെ അലർച്ച കേട്ട് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴേക്കും 2 മിനിറ്റായിട്ട് സ്ലോ മോഷൻ ഓടി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായിക ഇവനെ അങ്ങ് കൊല്ലും. പിന്നെ നമ്മൾ കാണുന്നത് ലോക സിനിമയിലെ തന്നെ ഒരു എപ്പിക് ഷോട്ട്. ഒരാളുടെ തല അങ്ങോട്ട് വീഴുന്നു, ഒരാളുടെ തല ഇങ്ങോട്ട് വീഴുന്നു. അതിന്റെ നടുക്കാണെങ്കിൽ നമ്മുടെ തേജസിന്റെ തലയും. എന്തായാലും അങ്ങനെ ടെററിസ്റ്റിനെ കൊന്ന ശേഷം എങ്ങനെയൊക്കെ സ്പൈനെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് തേജസ് പോകും. ഇതൊക്കെ പറയുന്ന കേട്ടതൊന്നും മരുഭൂമിയുടെ നടുക്കെന്തോ വെട്ടേക്കാണെന്ന്. ഒരു 10 മിനിറ്റ് കൂടെ നടന്ന് ഇവരുടെ ഹെലികോപ്റ്റർ വെച്ച സ്ഥലത്തേക്ക് എത്തും. കിടന്ന് ആട് ജീവിതം കളിക്കാതെ ഇറങ്ങി പോടാ. അങ്ങനെ തളർന്ന് കിടക്കുന്ന ഇവന് തേജസ്സുമായിട്ട് കുറച്ച് വെള്ളം കൊടുക്കും. കമോൺ, തേജസിന് അത്രയൊക്കെ ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തേജസ് ഒരു പാട്ടങ്ങ് പാടിക്കൊടുക്കും. അങ്ങനെ എന്തായാലും പാട്ട് കേട്ട് എനർജി കയറി സ്പൈനെയും കൂട്ടിയിട്ട് തേജസ് ഇന്ത്യയിലേക്ക് പോകും. ഇതൊക്കെ കഴിയുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് ഒരു മെയിൻ ടെററിസ്റ്റ് മൈൻക്രാഫ്റ്റ് വീട്ടിലാണ് താമസിക്കുന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടും. അപ്പൊ തന്നെ തേജസ് ഒരു ജെറ്റ് എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് അടിച്ചങ്ങ് കയറ്റും. അങ്ങനെ തീവ്രവാദിയും മരിക്കും, തേജസും മരിക്കും. ഈ പടം അങ്ങ് തീരും. ഇതെന്തൊരു പടമാടാ. आपका कोई फेवरेट सुपर हीरो है? हाँ है ना, बैटमैन. അല്ല, ഇത് അത്ര മോശം സിനിമയൊന്നുമല്ല.